ഇന്ന് നമുക്ക് നെല്ലിക്കാച്ചാർ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇത് കുറച്ച് വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് മുങ്ങി കിടക്കുന്ന പോലെ വെള്ളം ഒഴിക്കണം. നെല്ലിക്ക വേവിക്കും ചാറ് എന്നാലേ ഉള്ളൂ നമുക്ക് അച്ചാറിനകത്ത് കിട്ടുക. ഒരു 10-15 മിനിറ്റോളം വെന്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഞെക്കിയ പൊട്ടും ഇങ്ങനെ വിണ്ട് വരണം. ഇനി നമുക്കിത് തണുക്കാൻ വെക്കാം. കടുക്, ഉലുവ, 2 ഉണക്കമുളക്, ഇനി ഇതിനകത്തേക്ക് 200 ഗ്രാം വെളുത്തുള്ളി ഞാൻ പൊളിച്ച് ഇതുണ്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വെക്കണം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റണം. നമ്മളൊരു 2-2.5 മിനിറ്റ് ഇത് ഇളക്കിയിട്ടുണ്ട് ചെറുതീയിൽ. ഇനി ഇതിനകത്തേക്ക് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഇടുന്നത് ഒരു 5 സ്പൂൺ. കളറേ ഉള്ളതിന് അങ്ങനെ വലിയ എരിവില്ല. ഒത്തിരി എരിവ് കറിലിടാത്തതാണ് നല്ലത്. നമ്മളെല്ലാം കൂട്ടുന്നുണ്ട് നല്ലതല്ല. മഞ്ഞൾപ്പൊടി, വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയായത്. ഉലുവ നന്നായിട്ട് ചുമക്കെ വറുത്ത് പൊടിച്ച് വെക്കണം. 1 ടേബിൾ സ്പൂൺ. കായം 1 ടീസ്പൂൺ. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടണം. എല്ലാം നല്ല മൂത്ത ഒരു മണം വരുന്നുണ്ട് ഇപ്പോൾ പൊടികളെല്ലാം. ഈ നെല്ലിക്ക ഇങ്ങനെ ഉടച്ചുടച്ച് നമ്മൾ കൊടുക്കണം. ഇനി ഇതിനകത്തേക്ക് ഒരു 5 സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാവേ. ഉപ്പൊക്കെ എല്ലാവരും ആവശ്യത്തിന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇട്ട് കൊടുത്തോണേ. എൻ്റെ അമ്മച്ചിയുടെയും മമ്മിയുടെയും സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് ഈ റെസിപ്പി ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ചവപ്പോ കൈമ്പോ ഒന്നുമില്ലാതെ നല്ല നെല്ലിക്കാച്ചാറായിരിക്കും. ഞാൻ ഗ്യാരണ്ടിയാണ്. ഉപ്പിടുമ്പോൾ മാത്രം ഇച്ചിരി ശ്രദ്ധിക്കണം. ഉപ്പ് ഇച്ചിരി മുന്നിരിക്കണം. നെല്ലിക്കയിൽ ഉപ്പ് പിടിച്ചിട്ട് പാകമാകുള്ളൂ. നന്നായിട്ട് ആറിയിട്ടുണ്ട്. നമുക്ക് കുപ്പിയിലേക്ക്